പപ്പ ദുബായിന്ന് കൊണ്ടുവന്നു. ഈ പേപ്പർ ഉരുട്ടിയതോ? അതൊന്ന് തുറന്നു നോക്ക്. അമ്മ മിഠായിയോ? കൊള്ളാലോ. ദുബായ് ചോക്ലേറ്റാ, ദുബായിന്ന് മാത്രമേ കിട്ടും. നിന്റെ പപ്പയ്ക്ക് ദുബായിൽ തന്നെയാണോ പണി? ട്രാവൽ ഏജൻസി മാനേജറാ. അറബിക്ക് പപ്പാന്ന് വെച്ചാൽ ജീവനാ. അറബിക്ക് മാത്രല്ല, എല്ലാവർക്കും പപ്പ എന്ന് വെച്ചാൽ ജീവനാ. അറബിയുടെ പപ്പയുടെ കാര്യമല്ല, എന്റെ പപ്പയുടെ കാര്യം പറഞ്ഞു. ഇവന്റെ പപ്പ ദുബായ്ക്കാരനായത് ഇവന്റെ ഭാഗ്യം. എപ്പോഴും ദുബായ് ചോക്ലേറ്റ് ഒക്കെ തിന്നാലോ. നിന്റെ പപ്പേനോട് പറ ദുബായി പോവാ, അല്ലെ ജീവിതകാലം മുഴുവൻ വിടുന്ന മിച്ചറിന്റെയും പക്കാവടയും നിന്നോണ്ടിരിക്കും. പോട്ടടി, വിഷമിക്കണ്ട. ജന്മനാ കിളി പോയ അവനെന്തെങ്കിലും പറഞ്ഞെന്ന് വെച്ച് പാരമ്പര്യമായിട്ട് കിളിരഹിതയായ നീ വേണ്ട അതൊക്കെ ക്ഷമിക്കാൻ. നിനക്ക് മിച്ചറുണ്ടെന്ന് മടുക്കുമ്പോ നീ എന്റെ വീട്ടിലോട്ട് പോര്. നല്ല ഒന്നാം ലക്ഷറി മിഠായി ഞാൻ തരും നിനക്ക്. നിന്റെ അമ്മയ്ക്ക് മെഡിക്കൽ സ്റ്റോറിലല്ലേ ജോലി? അതെ. അപ്പൊ വിക്സ് മിഠായല്ലേ ഏലാതി? അതായത് അതിലും ഭേദം മിച്ചറുണ്ട്. ഏതായാലും മിച്ചറുണ്ടെ വിക്സും മിഠായൊക്കെ തിന്ന് നാക്കൊക്കെ മരവിച്ചിരിക്കുമല്ലേ. ഇനി കുറച്ച് ദുബായ് ചോക്ലേറ്റും കൂടെ തട്ടാ. എന്തൊക്കെ പറഞ്ഞാലും വിവരമില്ലാത്തവനാണെങ്കിലും അവന് സ്നേഹമുള്ളവനാട്ടോ. ഇതിൽ അറബിയൊന്നുമില്ലല്ലോ. അറബി ദുബായിലല്ലേ? അതാണോ ഞാൻ പറഞ്ഞേ. ഈ ഗൾഫിൽ നിന്നുണ്ടോ മിഠായിലൊക്കെ അറബിയിൽ എന്തെങ്കിലും എഴുതിയിട്ടുണ്ടോ? പക്ഷെ ഇതിലതില്ല. ദാനം കിട്ടിയ ഫോറിൻ മിഠായിയുടെ ലേബല് വായിച്ചു നോക്കരുന്ന കാരണവന്മാരൊക്കെ പറഞ്ഞിട്ടുള്ളത്. ചിലക്കാതിരി നോക്കിട്ട്. പൊന്നൂസ് സ്വീറ്റ്സ് കളമശ്ശേരി. തേടി നോക്കടി. പൊന്നൂസ് സ്വീറ്റ്സ് കളമശ്ശേരി. ഈ ദുബായിൽ എവിടാടി കളമശ്ശേരി? നീ ഒന്നുകൂടെ വായിച്ചു നോക്കിയേ, ചിലപ്പോ കരാമാശ്ശേരിന്നും അല്ലായിരിക്കും. ഉണ്ടാ അവന്റെ ദുബായിലൊന്നും അല്ല, ഇവിടെ എറണാകുളത്തെങ്ങാണ്ടാണ്. ഇതേ നോക്കി. എ പ്രൊഡക്ട് ഓഫ് ദീപം കുടുംബശ്രീ. ഈ ദുബായിൽ എവിടെയാണ് കുടുംബശ്രീ? ചിലപ്പോ കാണും. അവിടെ സ്ത്രീകളൊക്കെ ഉള്ളല്ലേ. ഓ, മിച്ചറുണ്ട തിന്ന് നിന്റെ ഉള്ള ബുദ്ധി കൂടെ പോയോ? എടി കോപ്പ, അവൻ എങ്ങാണ്ടെന്ന് കുറെ മിഠായി മേടിച്ചോണ്ട് വന്നിട്ട് ഇവിടെ വന്ന് ചുമ്മാ തള്ളിയാന്ന്. ഇമേജ് വർദ്ധിപ്പിക്കാൻ, പെൺപിള്ളേരെ ഇംപ്രസ് ചെയ്യാൻ. എടാ കള്ള ട്രാവൽ ഏജൻസി. ഏതായാലും കളമശ്ശേരി അറബിയെ ഞാനൊന്ന് കാണുന്നുണ്ട്. നാളെ സ്കൂളിലിട്ട് അവനെ പൊളിച്ചെടുക്കണം. സ്കൂളിലെത്തന്നെ വരെ കാത്തിരിക്കാനൊന്നും എനിക്ക് ക്ഷമയില്ല. റോഡീനെ തുടങ്ങണം അവനുള്ള സ്വീകരണം. വളഞ്ഞിട്ട് അലക്കണം. നമ്മൾ രണ്ട് വശത്തുനിന്ന് ജമ്പ് ചെയ്ത് അവന്റെ മുന്നോട്ട് വരണം. എക്സ്പ്ലോഷർ. കൊള്ളാം. ഐറ്റം ആവുമ്പോണ്ടന്നാ കേൾക്കുമ്പോ തന്നെ ഞാൻ ചാർജ് ആവുന്നുണ്ട്. ചെറുപ്പത്തിലുള്ള പിള്ളേർ എങ്ങനെയാ നമ്മളെല്ലാം പഠിക്കുന്ന സമയത്ത് നമ്മളിപ്പോ ഗൾഫിൽ, പക്ഷെ എൻ്റെ ഉപ്പ ശരിക്കും ഗൾഫിൽ തന്നെയായിരുന്നു. വെറുതെ തള്ളും ഒരു തള്ളിയതായിരിക്കും അവന് കയ്യോടെ. ഒരു പേജിന്റെ പേര് അനിസ മറിയ എന്നിട്ടാ. അനിസു മറിയ അങ്ങനെയാന്ന് പേജിന്റെ പേര് കേട്ടോ. അടിപൊളി വീഡിയോസാ സെറ്റ്.